شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുദ്ദസ്സിറിലാണ് ഉള്ളത്. സൂറത്തുൽ മുദ്ദസ്സിറിലെ 44 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി 45 ഇന്ന് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്താണ്? നരകത്തിൽ കടന്ന ആളുകൾ, ആ നരകക്കാരോട് സ്വർഗക്കാർ ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ നരകത്തിൽ കടക്കാൻ കാരണം? അപ്പോൾ അതിനവർ കാരണം എണ്ണി പറയുകയാണ്, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നില്ല. അടുത്ത ഒരു കാരണമാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. നമ്മളൊക്കെ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വിഷയം. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ഞങ്ങൾ ദുർമാർഗങ്ങളിൽ പ്രവേശിക്കുന്നവരോട് ഒന്നിച്ച് ഞങ്ങളും പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ, തോന്നിവാസത്തിൽ മുഴുകിയിരുന്നവരോടൊപ്പം ഞങ്ങളും മുഴുകിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. അതാണ് ആയത്തിൻ്റെ അർത്ഥം. വകുന്ന, നിശ്ചയമായും ഞങ്ങൾ ആയിരുന്നു, നഖൂദു പ്രവേശിക്കുന്നവരായിരുന്നു, മഅൽ ഖായിദീൻ പ്രവേശിക്കുന്നവരോടൊപ്പം. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയോ? തോന്നിവാസം ചെയ്യുന്നവരോടൊപ്പം ഞങ്ങളും അങ്ങനെ കൂടിക്കൊടുത്തു പോകുന്ന ആളുകളായിരുന്നു. ഖൗള് എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത സംഗതികളിൽ സമയം ചെലവഴിക്കുക, മുഴുകുക എന്നാണ് ഖൗള് എന്ന് പറഞ്ഞാൽ. ഖാല യഖൂലു. ഖായിലുൻ എന്ന് പറഞ്ഞാൽ ഈ പണിയെടുക്കുന്ന ആൾ. വേണ്ടാത്ത തോന്നിവാസങ്ങളിൽ, ദുർമാർഗങ്ങളിൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അങ്ങനെ സമയം ചെലവഴിച്ച് മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അതിനാണ് ഖാല യഖൂലു ഖൗലൻ ഫഹുവ ഖായിലുൻ എന്ന് പറയുക. പരിശുദ്ധ ഖുർആനിൽ ഈ പ്രയോഗം ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇത് ജനറലൈസ് ചെയ്തൊരു ഒരു വാക്കാണിത്. ഖാല എന്ന് പറഞ്ഞാൽ എല്ലോ അനാവശ്യമായതിലും മുഴുകുന്നതിന് ഇത് പറയും. വെറുതെ ഇരുന്ന് സംസാരിച്ച സമയം കളയുന്നതിൽ, തോന്നിവാസം ചെയ്യുന്നതിൽ, എന്താണ് പറയുക, തെറ്റുകൾ ചെയ്യുന്നതിന്, ഗൈബത്ത് പറയുന്ന സദസ്സിൽ കൂടുന്നതിന്, ഒരുപാട് വിഷയങ്ങൾക്ക് ഇത് പറയാം. നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. വഖുൽതും കല്ലദീ ഖാലു എന്ന് പറഞ്ഞ് അല്ലാഹു തആല സൂറത്ത് തൗബയിൽ 69-ാമത്തെ ആയത്തിൽ ഇതേ പ്രയോഗം നടത്തിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ ആളുകളെയാണ് അല്ലാഹു ഇവിടെ അഭിസംബോധന ചെയ്തത്. വഖുൽതും കല്ലദീ ഖാലു ഉലൈക ഹബിതത അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറതി വഉലൈക ഹുമുൽ ഖാസിറൂൻ. മുഅ്മിനീങ്ങളെ ആളോട് പറയാണ്, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? നിങ്ങളും യഹൂദികളോടൊപ്പം അവരുടെ മസ്ലഹത്തിന് വേണ്ടി, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർ തൗറാത്തിലും ഇതിലൊക്കെ മാറ്റത്തിരുത്തലുകൾ വരുത്തിയതുപോലെ, അവർ തോന്നിവാസങ്ങൾ ചെയ്ത് ജീവിക്കുന്നത് പോലെ നിങ്ങളും അതേപോലെ ആകാൻ ശ്രമിക്കുകയാണോ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ഇത് ചെയ്യാൻ പാടില്ല. അല്ലാഹു അവരോട്, യഹൂദികളോട് അഭിസംബോധന ചെയ്തിട്ടാണ് ഈ സംസാരം കേട്ടോ. മുഅ്മിനീങ്ങളോടല്ല, മുഅ്മിനീങ്ങളോടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന യഹൂദികളായ ആളുകളോട് അഭിസംബോധന ചെയ്ത് അല്ലാഹു തആല പറയുന്നു, വഖുൽതും കല്ലദീ ഖാലു. നിങ്ങളെ മുമ്പുള്ള ആളുകൾ ചെയ്തതുപോലെ നിങ്ങളിപ്പോൾ ചെയ്യുകയാണോ? മുമ്പുള്ള ആളുകൾ കുറേ തൗറാത്തിലുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുകയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുകയും ചെയ്തിരുന്നു. അതേ നയം ഇപ്പോഴും നിങ്ങൾ സ്വീകരിക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ, നിങ്ങളുടെ ഇടയിൽ പ്രബോധനം ചെയ്ത് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടാൽ ആ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച് കൂടെ കൂടുകയും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അതേപോലെ തന്നെ നടക്കുകയാണോ? അവരെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. ഇത്തരം പണികൾ ചെയ്യുന്ന ആളുകളുടെ അമലുകൾ ഉലൈക ഹബിതത അഅമാലുഹും, അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് അല്ലാഹു തആല കണിശമായി പറഞ്ഞു. കണ്ടോ, വളരെ ഗുരുതരമായ തെറ്റാണിത്. അമലുകൾ പൊളിഞ്ഞു പോകാൻ മാത്രമുള്ള തെറ്റാണ് ഇത്തരം വേണ്ടാവൃത്തികളിൽ, തോന്നിവാസങ്ങളിൽ വെറുതെ സമയം കളയുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ സൂറത്തുൽ അൻആമിലെ 91-ൽ ഇതേ പ്രയോഗം നടത്തിയിട്ടുണ്ട്. ദർഹും ഫീ ഖൗളിഹിം യൽഅബൂൻ.
അവരെ വിട്ടേക്കിന്, അവരങ്ങനെ കളിച്ച് നടക്കട്ടെ, ഞാൻ അവരെ പിടികൂടാൻ പോകുന്നുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ ഈ വകുന്നാ നഖൂളു മഅൽ ഖായിളീൻ എന്നത് നമ്മളെപ്പോലത്തെ ആളുകൾ, പ്രത്യേകിച്ച് ഇക്കാലത്ത് വെറുതെ ഇരുന്ന് സംസാരിച്ച് സമയം കളയുന്ന, അല്ലെങ്കിൽ തെറ്റുകൾ വരുന്ന സദസ്സുകളിൽ പങ്കെടുക്കുന്ന, ഗൈബത്ത് പറയുന്ന സദസ്സുകളിൽ പങ്കെടുക്കുന്ന നമ്മളൊക്കെ എന്താക്കണം? സദസ്സുകൾ പങ്കെടുക്കണമെന്നില്ല. അപ്പോൾ മൊബൈൽ മുന്നിൽ തുറന്നാൽ ചില ഗൈബത്ത് ഇങ്ങോട്ട് കേൾക്കും അല്ലേ, അങ്ങോട്ട് പറയുകയും ചെയ്യാം. പറയണമെന്നില്ല, ഒരു വിരലുമ ഒരു ഷെയർ ചെയ്തതിന് അത് ഗൈബത്ത് ഷെയർ ചെയ്യലായി. സുബ്ഹാനല്ലാഹ് അല്ലേ? അല്ലെങ്കിൽ ആ ഒരു ഗൈബത്തിന് ലൈക്ക് അടിച്ചാൽ അത് നമ്മൾ ഗൈബത്ത് പറയലായി. ആ ഗൈബത്ത് കേട്ടിരുന്നാൽ അത് ആസ്വദിച്ചാൽ അതും ഗൈബത്ത് കേട്ട അല്ലെങ്കിൽ പറഞ്ഞ അതേ കുറ്റം കിട്ടുന്ന കൂലി ഒരു പണിയായി. സുബ്ഹാനല്ലാഹ്. വകുന്നാ നഖൂളു മഅൽ ഖായിളീൻ. എങ്ങനെയാണ് ഈ ഖൗൽ ഉണ്ടാവുന്നത്? ഇത് പല നിലക്കും ഉണ്ടാവാമെന്നുള്ളതാണ്. പല നിലക്കും ഉണ്ടാവാം ഈ ഖൗൽ ഉണ്ടാവുന്ന സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ. ഒന്ന് മജാലിസുൽ ലഹു എന്ന് പറയും, വിനോദങ്ങളുടെ വേദികൾ, വിനോദങ്ങൾക്ക് വേണ്ടി കൂടുന്ന വേദികൾ. മജാലിസുൽ ലഹു അവിടെ അടിച്ചു പൊളിക്കാൻ കൂടുന്ന വേദികളാണ്. ക്ലബ്ബുകളൊക്കെ പോലെ അല്ലേ? അവിടെ കളി ഉണ്ടാവും, ചൂതാട്ടം ഉണ്ടാവും, കള്ളുകൂടി ഉണ്ടാവും, പാട്ടുണ്ടാവും, ഡാൻസ് ഉണ്ടാവും, ആനന്ദിക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട് അതൊക്കെ ഉണ്ടാവും. ആൺ പെൺ കൂടിക്കറലുകളുണ്ടാവും. അതിനൊന്നും ഒരു വിഷയമില്ലാതെ അങ്ങനെ നടക്കുന്ന വിനോദം മാത്രം പ്രധാനമായി കാണുന്ന സദസ്സുകൾ. അവിടെ നമ്മൾ പോയിരുന്നാൽ ഈ ആയത്തിൻ്റെ പരിധിയിൽപ്പെടും. വകുന്നാ നഖൂളു മഅൽ ഖായിളീൻ അല്ലേ? പണ്ടകാലത്ത് കാണാല്ലേ, എന്താണ് പറയുക, സ്റ്റേജ് ഷോകളും ഗാനമേളകളും ഒക്കെ. എന്നിട്ട് അതിനൊക്കെ പ്രധാനമായി ടിക്കറ്റ് എടുത്ത് കാര്യമായിട്ട് മുന്നിലുണ്ടാണ് നമ്മൾ ആളുകളായിരിക്കും. എന്നിട്ട് അവിടെ പാടുന്നതിനനുസരിച്ച് ഇവിടെ ഇവിടെ ആടുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. ലഹുവിൻ്റെ മജ്ലിസുകൾ. ഇപ്പം തിയേറ്ററിലേക്ക് പോകണമെന്നില്ല, അല്ലെങ്കിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കണമെന്നില്ല. എല്ലാം മൊബൈലിൽ ലഭ്യമാണ്. എല്ലാം മൊബൈലിലുണ്ട്. ഏത് തരം പരിപാടികളാണെങ്കിലും മൊബൈലിലുണ്ട്. വിനോദത്തിന് വേണ്ടിയിൽ അത് അങ്ങനെ ഉണ്ട്, ആൾക്കാരെ കളിയാക്കാൻ വേണ്ടിയിലുണ്ട്, അങ്ങനെ ഉണ്ട്. ബഡായി ബംഗ്ലാവുകളാണെങ്കിൽ അങ്ങനെ ഉണ്ട്. ബഡായി പറയാൻ മാത്രം ബംഗ്ലാവുകളൊക്കെ ഉള്ള കാലമാണ്, കഴിഞ്ഞു പോകണില്ല അതൊക്കെ. സുബ്ഹാനല്ലാഹ്. അതേപോലെ എന്താണ് പറയുക, കോമഡിയുടേതായിട്ട് തന്നെ എത്രയോ വേദികൾ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മജാലിസുൽ ലഹ്വ്, ഇത്തരം വിനോദവേദികൾ ഈ ഖൗൽ വരുന്ന ഒരു സ്ഥലമാണ്. രണ്ടാമത്തത് മജാലിസുൽ ഗൈബത്തി വസുഖ്രിയ, പരിഹാസങ്ങൾ, പരിഹസിക്കാനും ഗൈബത്തിനും വേണ്ടി കൂടുന്ന വേദികൾ. അതന്നെയല്ലെന്ന് എല്ലായിടത്തും നടക്കണുള്ളൂ. ഇനിയിപ്പോൾ അതിനായിട്ട് കൂടിയില്ലെങ്കിലും മജ്ലിസുൻ നൂറിന് കൂടിയാൽ പോലും ആ മജ്ലിസുൻ നൂർ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നിട്ട് വേറുള്ള ആളുകൾ ഇറച്ചി ചെയ്യുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ മജ്ലിസുൻ നൂർ എന്ന മജ്ലിസ് പോലും മജാലിസുൽ ഗൈബത്തി വസുഖ്രിയായി മാറുകയാണ്. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന വിഷയങ്ങളല്ല അപ്പോൾ അതൊക്കെ. എന്താണെന്നറിയില്ല, വേറൊരാളാ സദസ്സിലാണ് പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു എന്തൊരു റാഹത്തില്ലാത്ത പോലെയാണ്. മറ്റും അങ്ങനെയാണ്, ഇവ അങ്ങനെ അവ അങ്ങനെയാണ്. ഇതാ ചങ്ങാക്ക് പൊരുത്തുണ്ടല്ലോ എന്നല്ല ആർക്കറിയാം. നമ്മളങ്ങോട്ട് പറയുന്നത്. എന്നിട്ട് അവസാനം ഒരു കമൻറ്റ് പാസ്സാക്കും, ഞാൻ ഓനെ ഗൈബത്ത് പറയില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഗൈബത്തല്ലാതെ മാറുമോ? ആദ്യം സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ ഗൈബത്ത് പറയില്ല എന്ന് പറഞ്ഞിട്ടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഞാൻ ഈ പറഞ്ഞത് ഗൈബത്തല്ല എന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല, അത് ഗൈബത്തായി മാറി. വളരെ വിഷയമാണ്, വളരെ കണിശമായ വിഷയമാണ് ഗൈബത്ത്, നമീമത്ത്, പരിഹാസം, അതുപോലെ തന്നെ കുറ്റങ്ങൾ ചാർത്തി കൊടുക്കുന്ന പരിപാടി. അത് ഓൻ അങ്ങനെ ആയതുകൊണ്ടല്ല, ഓനിപ്പം അങ്ങനെയല്ല, പിന്നെ അങ്ങനെ ചെയ്യുക, ഓൻ്റെ പരിപാടി തന്നെ അല്ല, അങ്ങനെ തന്നെ അല്ലേ, ഓരൊക്കെ അങ്ങനെ തന്നെ അല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കുറ്റം പറയാം. സുബ്ഹാനല്ലാഹ്. യാ റബ്ബ്. ഇനി നമ്മളവിടെ പോയിട്ട് അതിൽ പങ്കെടുക്കാൻ പോകാത്ത ആളുകളല്ലെങ്കിൽ, നമ്മളതിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും ആ സദസ്സിൽ ഇരുന്നാൽ നമ്മളതിനെ വകവെച്ച് കൊടുക്കുന്ന ആളുകളെ പോലെയാണ്, നമ്മളത് അംഗീകരിച്ച ആളുകളെ പോലെയാണ്. അന്നേരം അവിടെ ഇരിക്കരുത്, അങ്ങനെ ഇരുന്നാൽ നരകത്തിലേക്ക് പോകുമെന്ന് എന്നോട് പറഞ്ഞത്. ആളുകളെ കൊച്ചാക്കി സംസാരിക്കുക, നമ്മളൊക്കെ തേഞ്ഞ പോലെ നമ്മൾ തേഞ്ഞ ആളാണെന്നുള്ള ഒരു രീതിയിൽ പെരുമാറുക. അല്ലാഹു തആല എത്ര കൃത്യമായി പറഞ്ഞ വിഷയമാണ്. മുഅ്മിനീങ്ങളത് ചെയ്യരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ളൻൻ. നിങ്ങൾ ഊഹിച്ച് പറയരുത്, ഊഹിക്കരുത്. നമുക്ക് ആകെയുള്ള പണി ഊഹിക്കണം. നമുക്കൊന്നും കൃത്യമായിട്ട് അറിയണമെന്നില്ല, നമ്മളെ ഊഹിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ടും ഒരു വൈക്കാക്കും ആ ഒരു ചങ്ങായിനെ. ഇന്ന ബഅദ ദന്നി ഇത്മുൻ, അത് കുറ്റകരമാണ്, ഊഹം കുറ്റകരമാണ്. നിങ്ങൾ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദൻ, ചാരപ്പണിയെടുക്കരുത്, പരസ്പരം ഗൈബത്ത് പറയരുത്. പച്ചർച്ചി തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ശവം നിങ്ങളുടെ സഹോദരൻ മരിച്ചതിന് ശേഷം അയാളുടെ ഇറച്ചി തിന്നണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? നിങ്ങൾക്കത് വെറുപ്പല്ലേ? അല്ലാഹു തആല പറയണ ഇറച്ചി തിന്ന പരിപാടിയാണ്. സുബ്ഹാനല്ലാഹ്. ആളുകളെ ഇറച്ചി തിന്ന നല്ല സദ്യ കഴിഞ്ഞിട്ട് വയറ് മുഴുവൻ നിറഞ്ഞിട്ടുണ്ട്, എന്നാലും മനസ്സ് നേരണമെങ്കിൽ കുറച്ച് ആൾക്കാരെ ഇറച്ചി തിന്നണം, പച്ചറച്ചി തിന്നണം. വേവിച്ചറച്ചൊക്കെ ഒരു തിന്നിട്ട് പിന്നെ ഇവർക്ക് പച്ചറച്ചി തിന്നണം. സുബ്ഹാനല്ലാഹ്.
ഒരാളെക്കുറിച്ച് ഒന്നും നമ്മൾ പറയാൻ നിൽക്കണ്ട. എന്തിനാത് പറയണത്? നമ്മളെക്കുറിച്ച് നോക്കിയിട്ട് നമ്മളെ കാര്യങ്ങൾ തീരുമാനിച്ച് അത് ശരിയാക്കാൻ നോക്കി വേറൊരാളെ കുറിച്ച് നമ്മൾ എന്തിനാണ് പറയണത്? ഒരാളെക്കുറിച്ച് ഇഷ്ടമില്ലാത്തത് പറയുകയാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ വേഗം പറഞ്ഞ് പൊരുത്തപ്പിടിപ്പിച്ചേക്കാനല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളിലുള്ള സംഗതിയാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ അത് അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഗീബത്താണ്. ഇല്ലാത്ത സംഗതിയാണ് പറഞ്ഞതെങ്കിലോ അത് നുണയുമാണ്, പിന്നെ ഗീബത്തുമാണ്, രണ്ടും കൂടിയാണ്, ഹറാമാണ്. സുബ്ഹാനല്ലാഹ്. ആർക്കും പിന്നെ എന്താണ് പറയുക, അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതിയാണ്. മുസ്ലിമായ മനുഷ്യൻ്റെ എല്ലാറ്റിനും സംരക്ഷണം കൊടുത്തിട്ടുണ്ട് അല്ലാഹു തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. അവൻ്റെ ശരീരത്തിന് സംരക്ഷണം കൊണ്ട് കൊല്ലാൻ പാടില്ല അല്ലേ, അവൻ്റെ മുതൽ സംരക്ഷിക്കണം, അത് കക്കാൻ പാടില്ല. ഇത് രണ്ടും എല്ലാവർക്കും അറിയാം. മൂന്നാമത്തെ വിഷയമുണ്ട്, അവൻ്റെ അഭിമാനം. അതെടുക്കാൻ പാടില്ല എന്ന് ആർക്കും അറിയില്ല. അത് അത്ര വേണമെങ്കിലും പിന്നെന്താണ് പറയുക, അത് ഹനിക്കാമെന്നാണ് പല ആളുടെയും ധാരണ. ഖത്ലുൽ ജസദ്, മുഅ്മിനായ മനുഷ്യനെ കൊല്ലാൻ പാടില്ല, ശരീരത്തിനെ കൊല്ലാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതേപോലെ തന്നെ വ്യക്തിത്വത്തെയും കൊല്ലാൻ പാടില്ല, ആ ശഖ്സിയത്തിനെ കൊല്ലാൻ പാടില്ല. മുസ്ലിം എന്ന വ്യക്തിയെ കൊല്ലാൻ പാടില്ല, ആ വ്യക്തിത്വത്തെയും നമ്മൾ കൊല്ലാൻ പാടില്ല. ആ വ്യക്തിത്വമാണ് അയാളുടെ അഭിമാനം. ഒരു മുസ്ലിമായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അയാൾക്ക് അയാളുടെ ശരീരം വേണം, അയാളെ അഭിമാനകരമായ അസ്തിത്വവും വ്യക്തിത്വവും വേണം. ഇത് രണ്ടും കാത്തു സൂക്ഷിക്കണം എന്നാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലുൽ ഈമാനു ഖൽബഹു, നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ചവരെ, ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നിട്ടില്ലാത്തവരെ, ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ ഗീബത്ത് പറയരുത്, വലാ തത്തബിഉ ഔറാത്തിഹിം, അവരുടെ രഹസ്യങ്ങൾ അന്വേഷിച്ച് പോവുകയും ചെയ്യരുത്. നിങ്ങൾ ആരുടെയെങ്കിലും രഹസ്യങ്ങൾ അന്വേഷിച്ച് പിന്നാലെ കൂടിയാൽ ഫഇന്നഹു മൻ യത്തബിഉ ഔറാത്തിഹിം യത്തബിഇല്ലാഹു ഔറത്ത്, അല്ലാഹു തആല അവൻ്റെ രഹസ്യങ്ങൾ പുറത്താക്കും. അള്ളാഹു രഹസ്യങ്ങൾ പുറത്താക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ വരെ വഷളാക്കും എന്നാണ്. യഫ്ലഹു ഫി ബൈത്തിഹി, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അള്ളാഹു തആല വഷളാക്കും. പിന്നെ ആളുകളുടെ ഇടയിൽ പിന്നെ പറയണോ, നാട്ടുകാരുടെ പറയണോ, രാജ്യക്കാരുടെ ഇത് പറയണോ? അവിടെ നമ്മൾ ആരെ കുറ്റം കുറവ് നോക്കാൻ പോണ്ടാന്ന്, ആര് ഗീബത്ത് പറയാനും പോണ്ടാന്ന്, ആര് രഹസ്യങ്ങൾ ചൂഴ്ന്ന് അന്വേഷിക്കാനും പോണ്ട. അങ്ങനെ അന്വേഷിച്ചാണല്ലോ പിന്നെ പറയേണ്ടി വരിക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഔറത്ത് അള്ളാഹു തആല, നിങ്ങളുടെ രഹസ്യങ്ങൾ റബ്ബ് പിന്തുടരുകയും ആളുകൾക്കിടയിൽ വീട്ടുകാർക്കിടയിൽ നിങ്ങളെ വഷളാക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. പറ്റിപ്പോയതൊക്കെ പുറത്തു വരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആര് ഗീബത്ത് പറയായിരിക്കും? ഈ രഹസ്യങ്ങൾ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഇന്നത്തെ പിന്നെ എന്താണ് പറയുക, ജേർണലിസം, പത്രപ്രവർത്തനമൊക്കെ ഇത് തന്നെയാണ്. കുത്തിക്കുറിച്ച് അന്വേഷിച്ച് ആളുകൾക്ക് മുമ്പിൽ വഷളാക്കുക. എന്താ ഇതിനൊക്കെ പറയാലേ? അപ്പോൾ മുഅ്മിനായ മനുഷ്യൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, നമ്മൾ ഖൗള് വരുന്ന സമയങ്ങളാണ് നമ്മൾ പറയുന്നത്. മജാലിസുൽ ലഹു പറഞ്ഞു, മജാലിസുൽ ഗീബത്ത് വസ്സുഖ്രിയ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ കുറ്റം പറഞ്ഞ് ദേഷ്യം പഠിച്ച് മറ്റാളെ വെറുപ്പിച്ച് ഇങ്ങനൊക്കെ ആയ നമ്മളൊക്കെ കുറേ നിസ്കാരം നോമ്പ് നടത്തിയിട്ട് പടച്ചോൻ്റെ തേർ എന്താ കാര്യം? അവിടെ ഒന്നും ഉണ്ടാവില്ല. നമ്മളവിടെ ഈ നിസ്കാരം നോമ്പോട്ടൊക്കെ ചെല്ലുമ്പോൾ ഓൻ വരും, പടച്ചോൻ ഇവൻ എന്നെ കളിയാക്കിയിട്ടുണ്ട്, എനിക്ക് വേണം, എന്നിട്ട് കുറേ നിസ്കാരം അങ്ങോട്ട് പോകും, ഇവൻ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, കുറേ അങ്ങോട്ട് കൊടുക്കും, ചീത്ത പറഞ്ഞിട്ട് കുറേ അങ്ങോട്ട് കൊടുക്കും, അവസാനം ഇവനെ ഒന്നുമില്ലായിട്ട് നരകത്തേക്ക് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അതിലേറെ ഗുരുതരമായ വിഷയമുണ്ട്. ഇങ്ങനെ ഇവൻ്റെ ഹസനാത്തൊക്കെ എടുത്താൻ കഴിഞ്ഞു എന്ന് കൂട്ടുക, ഇനി ഇവനൊക്കെ അങ്ങോട്ടൊന്നും കൊടുക്കാറില്ല എങ്കിൽ ആ പരിഹസിക്കപ്പെട്ട ആളുടെ തിന്മകൾ ഇയാളുടെ മേൽ ചാർത്തുന്ന. എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്നത്? നമ്മളെ ഹസനത്ത് എന്തായാലും ചങ്ങാക്ക് കൊടുത്തു, നമ്മൾ തീർന്നാൽ ഓൻ്റെ തെറ്റുകൾ നമുക്ക് ഇങ്ങോട്ട് ഇട്ട് തരും. യാ റബ്ബ്, ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ, വലിയ നിസ്കാരക്കാരാണ്, ഭയങ്കര നോമ്പുകാരാണ്, ഭയങ്കര സ്വതക്ക് കൊടുക്കുന്ന പെണ്ണാണ്, ഉഷാറാണ്. പക്ഷേ അയൽവാസികളെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പണിയുണ്ട്, അയൽവാസികളെ ഇടങ്ങാറാക്കും, ഓളെ ഇങ്ങനെ കുറ്റം പറഞ്ഞു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഹിയ ഫിന്നാർ, നരകത്തിലാണ്. ശ്രദ്ധിക്കണം നമ്മൾ. മറ്റൊരു പെണ്ണെ കുറിച്ച് പറഞ്ഞു, വലിയ നോമ്പ് നിസ്കാരമൊന്നുമില്ല, അത്യാവശ്യം ഫർളും കാര്യങ്ങളും മാത്രമേ നിർവഹിക്കുള്ളൂ, പക്ഷേ പിന്നെ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുകയില്ല, അവർ പിന്നെന്താണ് പറയുക, വളരെ നീറ്റാണ്, ആളുകളോട് നല്ല പെരുമാറ്റമാണ്. ഉടനെ വന്ന റിസൾട്ട് ഹിയ ഫിൽ ജന്ന, അവർ സ്വർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. കുറേ നിസ്കരിച്ച് നോമ്പ് പോയിട്ട് കുറേ ഹസനത്തുകളുണ്ടാക്കി എന്നുള്ളതല്ലേ വിഷയം. ആ ഹസനത്തുകൾ കീപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. എങ്ങനെ കീപ്പ് ചെയ്യുക? അങ്ങനെ ആരും കുറ്റം പറയാതെ, അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനാണ് ആ ഹസനത്തുകൾ കീപ്പ് ചെയ്യുക. കുറേ ചെയ്തിട്ട് ആഖിറത്തിനൊന്നും കാണാത്ത രൂപം ഉണ്ടാവില്ലല്ലോ വേണ്ടത്. ചെയ്ത ഹസനത്തുകൾ കീപ്പ് ചെയ്യണം, അതിൻ്റെ കൂലി നഷ്ടപ്പെടാൻ നോക്കണം. അത് നമ്മളിങ്ങനെ ആൾക്കാർ കുറ്റം പറയാതെ
ഖൈറുൽ മുസ്ലിമീന മൻ സലിമൽ മുസ്ലിമീന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ നമ്മളെ നിന്ന് എല്ലാ നിലക്കും രക്ഷപ്പെടണം. നമ്മളെ കയ്യിൽ നിന്നും നമ്മളെ നാവിൽ നിന്നും ഒക്കെ ബാക്കിയുള്ള ആളുകൾ രക്ഷപ്പെടണം. അപ്പോൾ നമ്മൾ മുസ്ലിം ആവുക. സുബ്ഹാനല്ലാഹ്. നാവ് നല്ലോണം ശ്രദ്ധിക്കുകയും ചെയ്യുക. നാവ് നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ അവയവങ്ങളൊക്കെ നാവിനോട് പറയുന്ന നാവ് നീ ശ്രദ്ധിക്കണം കേട്ടോ, നീ നന്നായാൽ ഞങ്ങളൊക്കെ നന്നാവും. അപ്പോൾ നമ്മൾ നാവിനെ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് സംബന്ധം കുറച്ചുകൂടെ നമുക്ക് പറയാം, അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.